നിനക്ക് ഈ പറഞ്ഞ കുഴമ്പൊക്കെ തേച്ചിരിക്കേണ്ട പ്രായം ആയില്ലേ? എന്നിട്ട് 16 വയസ്സാണെന്നും പറഞ്ഞ് കിടന്ന് തുള്ളുന്ന തള്ളേ കിളവി. കുഴമ്പും കുപ്പി കയ്യിലെടുത്ത് പിടിച്ചോ, നാളെ നിനക്കും തേക്കേണ്ട വരും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയില്ല ഈ പറയുന്ന പിഴച്ചവള്, ഈ പന്നിക്കുണ്ടായവള് ആരാണെന്നുള്ള കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് ഇവള് എത്തിയത് എങ്ങനെയാണ്? അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. കോവാലന്റെ അണ്ടി തിരുമിയിട്ടും സുരേഷ് ഗോപിനെ ചാക്കിട്ടിട്ടുമാണ് ഈ നായിന്റെ മോള് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയത്. വയസ്സായ കോവാലന്റെ അണ്ടി തിരുമ്മി എഴുന്നേൽപ്പിച്ചപ്പോ അയാള് ചെയ്തു കൊടുത്ത ഒരു ഉപകാരം. അതുകൊണ്ടാണ് അവള് കൃത്യമായിട്ട് മടിയിലിരിക്കുന്ന കാര്യം പറഞ്ഞത്. കോവാലന് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവള് ചിലപ്പോ മടിയിലിരുന്നിട്ടായിരിക്കും ഉണ്ടാക്കാറ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു വീഡിയോയില് മടിയിലിരിക്കണ സംഭവം പറയുന്നുണ്ട് ഷെഫീന ബീബീനെ. ഇവള് ചെയ്യുന്ന സ്ഥിരം പരിപാടി കോവാലന്റെ മടിയിലിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെ ഈ പന്നിക്കുണ്ടായവള് കോവാലന്റെ അണ്ടി തിരുമാൻ പോയിട്ടാണ് പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് എത്തിയത്. അല്ലാണ്ട് ഇവളുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നല്ല. വരുന്ന സാധനം ആരാണെന്ന് പ്രധാനമന്ത്രിക്ക് അറിയില്ല, സുരേഷ് ഗോപിക്കും അറിയില്ല. ഈ കപട ഹണി ട്രാപ്പുകാരിയുടെ മുഖംമൂടി എന്നാണ് അഴിഞ്ഞു വീണത്? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. തന്റെ അടുത്തേക്ക് വരുന്ന ഇവള് ഭൂലോക ഫ്രോഡാണെന്ന് സുരേഷ് ഗോപിക്കും അറിയില്ല, പ്രധാനമന്ത്രിക്കും അറിയില്ല. പെർഫെക്ഷൻ ഇല്ലാത്ത നെഗറ്റീവ് എനർജിയുള്ള കണ്ണന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് അതിൽ കുറെ ചായം വാരി പൂശിയിട്ട് ഭയങ്കര കളർ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും സുരേഷ് ഗോപിയുടെയും കണ്ണന്റെ ഭക്തജനങ്ങളുടെ മുഴുവൻ കണ്ണിന് പൊടിയിട്ടുകൊണ്ടാണ് ഈ നാടകക്കാരി കപട നാടകം നടത്തിയത്. ഈ ഹണി ട്രാപ്പുകാരി സെലിബ്രിറ്റി ആണത്ര, സെലിബ്രിറ്റി. എന്നെ വിളി സെലിബ്രിറ്റി ആയത്? സിനിമാക്കാർക്കടെ കോത്തിൽ കൈയിട്ട് അവർക്ക് ഫോട്ടോ കൊടുത്തിട്ട് അതിന്റെ വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സ്വയം പബ്ലിസിറ്റി നേടി സെലിബ്രിറ്റി ആയ നാർച്ചയാണ് ഇവള് ഒരു പന്നിക്കുണ്ടായതല്ല, ഒരു കൂട്ടം പന്നികള് ഇവളുടെ ഉമ്മ പന്നിയെ കയറി മേഞ്ഞിട്ടുണ്ടായ പന്നിച്ചിയാണ് ഇവള്. പന്നിച്ചി, വെറും പന്നിച്ചി. പലർക്കും പണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട്. നീ ഒരു നല്ലൊരു കൃഷ്ണഭക്തിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു, അല്ലെങ്കിൽ നീ അങ്ങനെ എല്ലാവരെയും, ഹിന്ദുക്കളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. മുസ്ലിങ്ങളടക്കം വിശ്വസിച്ചു, കൃഷ്ണഭക്തർ വിശ്വസിച്ചു, BJP-ക്കാർ വിശ്വസിച്ചു. മൊത്തത്തിൽ പറ്റിക്കൽ നാടകം നടത്തി സുരേഷ് ഗോപി അടക്കം പ്രധാനമന്ത്രിയെ അടക്കം പറ്റിച്ച വെറും തറ ഫ്രോഡാണ് നീ. അതിന് ഉഗ്രൻ തെളിവുകളുണ്ട് സോഷ്യൽ മീഡിയയില്. പിന്നെ നിന്റെ നിലവാരം എന്താണെന്ന് നിന്റെ ചാനലിലൂടെ ഇന്ന് എല്ലാവരും, അതായത് ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് നിന്റെ നിലവാരമെന്ന്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദുക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറും തറയോട് പോലും നിന്നെ ഉപമിക്കാൻ പറ്റാത്ത, കൂട്ടാൻ പറ്റാത്ത വെറും വൃത്തികെട്ട ജന്മമായ നിന്റെ നിലവാരം അത് നീ ഡെയിലി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് നിന്റെ നിലവാരം എന്നുള്ളത്. നിന്റെ നിലവാരത്തെ പറ്റി നീ പറയാൻ നിന്നാൽ നീ തന്നെ നാറും. മറുപടികൾ നിന്റെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് നിന്റെ നിലവാരം. കൃഷ്ണഭക്ത എന്ന ലേബലിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഹൈന്ദവ കൃഷ്ണഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് ഈ മാതിര പണം തട്ടാനുള്ള ഫ്രോഡുകളി കളിച്ച നിന്റെ നിലവാരത്തിനെ പറ്റി ഞങ്ങളെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. ഊടായ്പ് ഹണി ട്രാപ്പുകാരി. ഞങ്ങൾ കാണുന്നുണ്ട് നിന്റെ ഏത് തരം നിലവാരമാണ് നീ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന്. എടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും നിന്നേക്കായും അന്തസ്സുണ്ട്. നീയൊക്കെ നിന്റെ സ്വന്തം മതത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിന്റെ തലയിൽ കിടന്ന തട്ടം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇനി അടുത്തത് തുണി ഉരിയലാണ്. തുണി ഉരിയാനുള്ള പ്രാഥമിക ഘട്ടങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കുത്തിക്കഴപ്പ് എന്ന് പറയും, കുത്തിക്കഴപ്പുള്ളത്. ഈ കുത്തിക്കഴപ്പ് അങ്ങടെ ഇളകുമ്പം ഇവളുമാര് തലയിൽ കിടന്ന തട്ടം അങ്ങ് വലിച്ചൂരും. തട്ടം വലിച്ചൂരി ദൂരെ കളഞ്ഞുകൊണ്ട് ഇവര് ഇറങ്ങും അങ്ങോട്ട് കൂത്താടാനായിട്ട്. എന്തടി, മതത്തിനനുസരിച്ച് നിക്കാൻ പറ്റാത്തവരെ പോയി ചാവടി. അവളുടെ ഒരു നിലവാരത്തെ പറ്റി പറയാൻ പോലും യോഗ്യതയില്ലാത്ത വെറും വൃത്തികെട്ട, മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് പോലും ഒരു അന്തസ് ഉണ്ടടി, അന്തസ്. അതുപോലും ഇല്ലാത്ത നിന്റെ നിലവാരം നിന്റെ ഉമ്മാന്റെ ആ കോണാത്തി കൊണ്ടുപോയി തള്ളിയാ മതി. നിന്റെ നിലവാരം 10 പന്നിക്കുണ്ടായവളെന്ന് അവള് നിലവാരത്തെ പറ്റി പറയാൻ വന്നിരിക്കുന്നു. നിലവാരത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നീ വീടിന്റെ അകത്തിരുന്ന് ചിലക്കാതെ നീ റോട്ടിലോട്ട് ഇറങ്ങ്. സ്ത്രീകൾ പഠിപ്പിച്ചിരും നിന്റെ നിലവാരം എന്താണെന്ന്. ഇങ്ങോട്ട് ഇറങ്ങടി നായന്റെ തന്തയും തള്ളയടക്കം ഇന്ന് കാണിക്കുന്ന നിലവാരം ഉണ്ടല്ലോ, നിങ്ങളുടെ മതത്തിന് ചേരാത്ത നിലവാരം.
നിന്റെയൊക്കെ ഉമ്മായും ഉപ്പായ്ക്കും വെട്ടി വിഴുങ്ങാനായിട്ട് ഹിന്ദുക്കളുടെ കാശ് കിട്ടിയാൽ മതി. കാശിന്റെ പുറത്ത് ഒരു പരുന്തും പറക്കില്ലടി. അപ്പം മതമല്ല, ഏത് കോണം വരെ നിന്റെ ഉമ്മ പോലും വലിച്ചെറിയും. നിന്റെ ഉമ്മ ഇപ്പോഴും തുള്ളിക്കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ആ തള്ള നിർത്തേണ്ടടുത്ത് മക്കളെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നീയൊന്നും ഇത്തരത്തിൽ അഴിഞ്ഞാടൂലായിരുന്നു. അന്ന് കൊടുക്കേണ്ട കരണത്തടി ആ തള്ള കൊടുക്കാത്തതിൻ്റെയാണ് നീ ഇന്ന് വന്നിരുന്നിട്ട് ചലക്കുന്നത്. ഉമ്മായെ ഒരു പന്നിയല്ല, ഒരു കൂട്ടം പന്നികൾ ഉണ്ടാക്കിയിട്ട ഒരു പിഴച്ച വെറും പന്നിയാണ് നീ, പന്നി. അതാണ് നീ വെറും പന്നിയുടെ സ്വഭാവം കാണിക്കുന്നത്. പന്നികൾ ഇങ്ങനെയാണടി, എത്ര തിന്നാലും പന്നികൾക്ക് മതിയാവൂല, എത്ര കിട്ടിയാലും പന്നികൾക്ക് മതിയാവൂല. അവർ വീണ്ടും ചെളിയിൽ ഇങ്ങനെ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കും. അമ്മാതിരത്തെ ഒരു തേർഡ് റേറ്റ് ഫ്രോഡ് പന്നിയാണ് നീ, പന്നി. ഇതിൽ കൂടുതൽ നിന്നെ വിശേഷിപ്പിക്കാനില്ല. വെറും പന്നിനോട് മാത്രമേ നിന്നെ ഉപമിക്കാൻ പറ്റുള്ളൂ. സ്വന്തം മക്കളുടെ മുഖം പോലും വെളി കാണിക്കാണ്ട് മാസ്ക് വെച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള ഗതികേടില്